പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ആദ്യത്തെ ഓണമാണ്, അല്ലെങ്കിൽ പുതിയ വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യത്തെ ഓണമാണ്. നമുക്ക് മുന്നിൽ അല്ലെങ്കിൽ സർക്കാരിന് മുന്നിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. സാമ്പത്തികമായിട്ട് വലിയ നല്ല സ്ഥിതിയിലൊന്നും അല്ല കേരളം മുന്നോട്ട് പോകുന്നത്. പിന്നെ CPM-ന്റെ സൈബർ ഹാൻഡിലുകളിൽ തെറ്റായി ഉണ്ടാകുന്ന പ്രചരണങ്ങൾ, അത് എന്തൊക്കെ പറഞ്ഞാലും സർക്കാരിനെ 1% ബാധിക്കും. അതിനെ മറികടക്കാൻ സർക്കാരിന് കഴിയുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ മറികടന്ന് മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടായ പ്രളയം, ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഒരു ഓണത്തിലേക്ക് അല്ലെങ്കിൽ ഓണക്കാലത്ത് എത്തുമ്പോൾ സർക്കാർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. CPM-ന്റെ അല്ലെങ്കിൽ LDF ആയിരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും പല രീതിയിൽ ക്യാപ്സ്യൂളുകളായിട്ടും മറ്റും അറിയാറുണ്ടായിരുന്നു. മാവേലി സ്റ്റോറുമായി ബന്ധപ്പെട്ട് സാധനങ്ങൾ ഉണ്ട് എന്നും ഇല്ല എന്നൊക്കെ കഴിഞ്ഞ ഓണക്കാലത്ത് നമ്മൾ കേട്ടതാണ്. എന്നാൽ ഇപ്പൊ സ്ഥിതി മറ്റൊന്നാണ്. പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നൊരു തോന്നലുണ്ടോ? CPM-നെ സംബന്ധിച്ചിടത്തോളം 1ന് 10 പ്രചരിപ്പിക്കുന്നതിൽ അവർ വളരെ മുന്നിൽ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ഓണത്തിൽ നിന്ന് ഈ ഓണത്തിലേക്ക് എത്തുമ്പോൾ മാവേലി സ്റ്റോറുകളും സപ്ലൈകോയും അതുപോലെ കൺസ്യൂമർ ഫെഡിൻ്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും സബ്സിഡിയുള്ള ഐറ്റങ്ങളെല്ലാം ഫില്ല് ചെയ്തുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ 19-ാം തീയതിക്കോ 20-ാം തീയതിക്കോ ഉള്ളിലായി കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്ത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കേണ്ടത് 25-ന് ശേഷം കൊടുത്താൽ മതി. പക്ഷെ ഓണമായതുകൊണ്ട് സർക്കാർ അത് അഡ്വാൻസ് ചെയ്യുകയാണ്. ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഓണത്തിന് ഒരു കുറവും വരരുത് എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. അതുപോലെ സർക്കാർ ജീവനക്കാർക്ക് ഉത്സവബത്ത അനുവദിക്കുന്നതും ബോണസ് നൽകുന്നതും ആയിട്ടുള്ള എല്ലാ ഓണവുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. LDF സൈബർ ഹാൻഡിലുകളുടെ ഒരു നറേഷൻ ഉണ്ടായിരുന്നു. പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് പുറകോട്ട് പോയാൽ ഇവിടെ പെൻഷൻ വിതരണം നടക്കില്ല, അല്ലെങ്കിൽ റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കാൻ കഴിയില്ല, ഓണക്കിറ്റുകൾ എത്തിക്കാൻ കഴിയില്ല, സപ്ലൈകോയിൽ എത്തിക്കാൻ കഴിയില്ല എന്നുള്ള വലിയ പ്രചരണങ്ങളുണ്ടായിരുന്നു. ആ പ്രചരണങ്ങളെയെല്ലാം വലിയ കോലാഹലങ്ങളില്ലാതെ എന്നാൽ എല്ലാം കൃത്യമായി നടക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. സാധാരണഗതിയിൽ മുണ്ടക്കൈ, ചൂരൽമല പോലെയുള്ള പ്രളയങ്ങളുണ്ടായ സമയത്ത് നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി ആദ്യം CMDRF തുറന്നു വെച്ചുകൊണ്ട് അതിലേക്കുള്ള പണപ്പിരിവാണ് ആദ്യം തുടങ്ങുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തിന് ഈ തവണ ഫ്ലഡ് ഉണ്ടായപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് കുറവുണ്ടായിട്ടുണ്ടോ? ഇടതുപക്ഷ MLA-മാർക്ക് പോലും പ്രളയത്തിൻ്റെ കാലഘട്ടത്തിൽ വിളിച്ചു പറയേണ്ടി വന്നു, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ, ഞങ്ങളിവിടെ കിടന്ന് മരണപ്പെട്ടു പോകും എന്ന് പറയേണ്ടി വന്ന സജി ചെറിയാനെയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് എല്ലാം സ്മൂത്തായി സ്ട്രക്ചറലായി കൃത്യമായിട്ട് നടക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഈ 3 മാസം കൊണ്ട് വി ഡി സതീശൻ സർക്കാരിന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഈ സർക്കാരിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തുള്ള പരിണപ്രയത്നമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. എന്നാൽ ഇപ്പൊ പറഞ്ഞതുപോലെ പ്രധാനമായ ഒരു കാര്യമുള്ളത്, പെൻഷൻ ഇനി വീടുകളിലേക്ക് എത്തിക്കില്ല എന്ന് പറയുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പെൻഷൻ വരിക, വീടുകളിലേക്ക് എത്തില്ല. കിടപ്പ് രോഗികൾക്ക് മാത്രമാണ് ഇനി പെൻഷൻ വീടുകളിലേക്ക് എത്തിക്കുക. അപ്പോഴും CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ പറയുന്നത് പെൻഷൻ അവസാനിപ്പിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇനി പെൻഷൻ കേരളത്തിൽ കൊടുക്കണ്ട എന്നതിന് മുന്നോടിയായിട്ടാണെന്ന്. ഒന്ന്, ഇത്തരം തെറ്റായ ധാരണകൾ അല്ലെങ്കിൽ ഇത്തരം തെറ്റായി ഇവർ പരത്തുന്ന സന്ദേശങ്ങൾ ഒഴിവാക്കാൻ കഴിയണം, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ കഴിയണം. പിന്നെ ഒറ്റയടിക്ക് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്ന പെൻഷൻ ബാങ്കിൽ പോയി എടുക്കണമെന്ന് പറയുമ്പോൾ എല്ലാ ജനങ്ങളും അത് അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ട് പെട്ടെന്ന്. ബാങ്കിൽ പോയി എടുക്കണം എന്നുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി എന്നാണ് കേരളത്തിൽ ഞാൻ കരുതുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ കേരളത്തിലൊരു ബാങ്കിൽ ചെന്ന് പൈസ എടുക്കുക എന്ന് പറയുന്നത് അതൊരു തെറ്റായിട്ടുള്ള പ്ലോട്ട് കൂടിയാട്ടോ. അത് ഞാൻ പറയാം. ഒന്ന്, കിടപ്പ് രോഗികൾക്കും ബുദ്ധിമുട്ടുള്ളവർക്കും മണി ഓർഡറായി അയച്ചു കൊടുക്കാനുള്ള സംവിധാനം ഓൾറെഡി ഉണ്ട്. പിന്നെ ഒരാൾക്ക് പെൻഷൻ കൊടുക്കുമ്പോൾ ഏകദേശം 40 രൂപയോളം ഇതിൻ്റെ പുറകിൽ ചിലവ് വരുന്നുണ്ട്. ഇത് വിതരണം ചെയ്യുന്നതിന് സഹകരണ ബാങ്കുകൾ വിതരണം ചെയ്യുന്ന അവർക്ക് സ്റ്റേഷനറി പോലെയുള്ള എക്സ്പെൻഡിച്ചറുകൾ, ഇത് വിതരണം ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ഏജൻറ്റിന് വേറെ പണം, ഏകദേശം 40 രൂപയോളം ഒരു തവണ നമ്മൾ പെൻഷൻ കൊടുക്കുമ്പോൾ 2040 രൂപയോളം സർക്കാരിന് ചിലവ് വരികയാണ്. അതൊരു അൺനെസസറി ചിലവാണ് സത്യത്തിൽ. അതുപോലെ തന്നെ പെൻഷൻ തട്ടിപ്പുകൾ പോലെയുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതായത് സെപ്റ്റംബർ മാസത്തിലാണ് മാസ്റ്ററിങ് നടക്കുന്നതെങ്കിൽ അടുത്ത സെപ്റ്റംബർ വരെ മാസ്റ്ററിങ് നടത്തിയാലും നടത്തിയില്ലെങ്കിലും കൃത്യമായിട്ട് പെൻഷൻ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള നിരവധി കേസുകൾ കേരളത്തിനകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കേസുകളെല്ലാം ഇടതുപക്ഷവും ഒക്കെയായി ബന്ധപ്പെടുന്ന സഹകരണ ബാങ്കുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന കക്ഷികളിൽ നിന്നാണ് ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്രമക്കേടുകളും അതുപോലെയുള്ള ഇടയിലുള്ള ആളുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഗുണഭോക്താവിനെ നേരിട്ട് അക്കൗണ്ടിൽ എത്തുന്ന തരത്തിലേക്ക്
അതിൻ്റെ ഗുണം ലഭിക്കുന്ന തരത്തിലേക്ക് എത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് മണി ഓർഡറായി വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന സംവിധാനവും ഈ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നിർത്തിക്കളയുകയാണ് എന്നുള്ളത്, ആളുകൾക്ക് എല്ലാ മാസവും കൊടുക്കണം എന്നുള്ളതാണ് UDF സർക്കാരിൻ്റെ ഏറ്റവും വലിയ കാര്യം. കഴിഞ്ഞ സർക്കാർ ഏകദേശം 6 മാസത്തോളം ഇതിനകത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. 6 മാസത്തോളം കോഴിക്കോട് ചക്കിട്ടപ്പാറയിലുള്ള ജോസഫ് എന്ന് പറയുന്ന ആ വയോധികനായ ആ അച്ഛൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് പെൻഷൻ കാശ് കിട്ടാത്തതിനെ തുടർന്നാണ്. അദ്ദേഹത്തിന് ജീവിക്കാൻ നിർവാഹമില്ലാതെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അതുപോലെ മറിയ കുട്ടിയുടെ കഥയൊക്കെ നമുക്കറിയാം. 6 മാസത്തോളം പെൻഷൻ കുടിശ്ശികയായപ്പോഴാണ് പിച്ചച്ചട്ടിയുമായി തെരുവിലേക്ക് ഇറങ്ങി സമരം നടത്തേണ്ടി വന്നത്. അപ്പോൾ അതുപോലെ ഒരു സാഹചര്യം ഉണ്ടാക്കാതെ എല്ലാ മാസവും കൃത്യമായി നേരിട്ട് ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് UDF സർക്കാരിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് സർക്കാർ നടന്നെടുക്കുക തന്നെ ചെയ്യും. അതിലുള്ള ആക്ഷേപങ്ങളെല്ലാം ഇതിൻ്റെ കൃത്യമായ വിതരണത്തോടുകൂടി മുനയൊടിഞ്ഞു പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അല്ല, നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു പ്രളയം വന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നന്നായി കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സർക്കാരിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള വിവാദങ്ങൾ കണ്ടതാണ്. അത് പല വിവാദങ്ങളും ഇപ്പം മന്ത്രിയുമായി PC വിശ്വനാഥുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ അദ്ദേഹം തന്നെ ക്ലിയർ ചെയ്ത് പോവുകയുണ്ടായി. എന്നാൽ മുഖ്യമന്ത്രിയുമായി പോലും ആ സമയത്ത് വിവാദങ്ങളുണ്ടായി. അപ്പോൾ CPM ദുരന്ത മുഖത്തും ജനങ്ങളെ നോക്കി കൊഞ്ഞണം കുത്തുന്ന ഒരു സമീപനമല്ലേ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്? CPM എല്ലാ സർക്കാരുകളും അല്ലെങ്കിൽ മുൻകാലഘട്ടങ്ങളിലെല്ലാം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു 6 മാസത്തെ റിലാക്സേഷൻ ഏതൊരു സർക്കാരിനും കിട്ടുന്നതാണ്. 6 മാസം അവരൊന്ന് തുടങ്ങട്ടെ എന്ന് എല്ലാവരും കരുതുന്നതാണ്. ഹണിമൂൺ പീരീഡ്. പക്ഷേ CPM സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയൊരു പരാജയം അവർ സ്വപ്നത്തിൽ കൂടി വിചാരിച്ചതല്ല. ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകരെല്ലാം വളരെ കോൺഫിഡൻസിലായിരുന്നു. പലരോടും ഞാൻ സംസാരിക്കുമ്പോൾ അവരെല്ലാം ഭയങ്കര കോൺഫിഡൻസിലാണ്. ഒരു കാരണവശാലും UDF ഇവിടെ അധികാരത്തിൽ തിരിച്ചു വരില്ല എന്നുള്ള ഒരു നറേഷൻ തന്നെയായിരുന്നു. പക്ഷേ 102 സീറ്റുമായിട്ട് VD സതീശൻ ആവർത്തിച്ചതുപോലെ 102 സീറ്റുമായിട്ട് UDF അധികാരത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഭയങ്കര അസ്വസ്ഥരാണ്. ആ അസ്വസ്ഥത അവർ ഒരു 6 മാസത്തെ സമയം കൊടുക്കുന്നതിൽ പോലും അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്തത് ഈ അസ്വസ്ഥത കൊണ്ടാണ്. പക്ഷേ ഈ അസ്വസ്ഥതകളെല്ലാം മറികടന്നുകൊണ്ട് ഈ സർക്കാർ വളരെ ജനകീയമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതൊരു സത്യമാണ്. അതുപോലെ തന്നെ ഈ മുൻപത്തെ ചോദ്യത്തിൽ ചോദിച്ചതുപോലെ CPMന്റെ സൈബർ ഹാൻഡിലുകൾ ഇത് മാനേജ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന എന്താണ് VD സതീശൻ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേറ്റർ തന്നെയാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള കുന്തമന. അദ്ദേഹം എല്ലാ ആഴ്ചയിലും മന്ത്രിസഭാ യോഗത്തിന് ശേഷം വളരെ കൃത്യമായിട്ട് ആ ആഴ്ചയിലെ അന്ന് വരെയുള്ള എല്ലാ വിമർശനങ്ങളും എല്ലാ ആരോപണങ്ങളും മുനയൊടിച്ച് കൃത്യമായി കളയുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് പോലും ചോദ്യം ചോദിക്കാൻ ബാക്കിയില്ലാത്ത തരത്തിൽ ഇരുന്ന് ചോദ്യങ്ങൾ കേട്ട് അതിന് ഉത്തരം പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന മുഖ്യമന്ത്രിയാണ് VD സതീശൻ. അതുകൊണ്ട് തന്നെ ഇത് ഈ പറയുന്നത് പോലെ അത്ര വലിയ കാര്യമൊന്നുമില്ല. അവരെ അസ്വസ്ഥതപ്പെടാം, സ്വാഭാവികമാണ്. അവർ മൂന്നാമതൊരു ഭരണം പ്രതീക്ഷിച്ചിരുന്ന ആ ഘട്ടത്തിൽ നിന്ന് അവർക്ക് ദയനീയമായി പിന്നോട്ട് പോകേണ്ട അവസ്ഥ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അസ്വസ്ഥപ്പെടും എന്നുള്ളതിൽ തർക്കമില്ല. അവർ ആരോപണങ്ങൾ ഉന്നയിക്കട്ടെ. ജനങ്ങൾ ഏതാണ് ഏറ്റെടുക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.